ജീവിതശൈലി രോഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു കണക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് ചേഞ്ചസ് വന്നതുകൊണ്ട് മാത്രം ഡയബറ്റീസ് വന്ന ഒരുപാട് ആൾക്കാർ നിലവിലുണ്ട്. അപ്പൊ ഞാൻ ശരിക്കും നിങ്ങളുടെ അടുത്ത് പറയാൻ എന്താ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷുഗറിന് മെഡിസിൻസ് കഴിക്കുന്ന ആൾക്കാർ ടൈമിന് ഫുഡ് കഴിക്കാതെയും ഷുഗർ കൺട്രോൾ ചെയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർ പറയുന്ന റീസൺ എന്താണെന്നറിയോ? ഷുഗറിന് മെഡിസിൻസ് കഴിക്കുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ കൺട്രോൾ ചെയ്യുന്നതിന്റെ ആവശ്യകത എന്താണെന്നാണ്. അതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മെഡിസിൻ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഫുഡ് കറക്റ്റ് ടൈമിനല്ല കഴിക്കുന്നത്, അല്ലെങ്കിൽ ഫുഡ് നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ഷുഗർ ഭയങ്കരമായിട്ട് ലോയിൽ പോകും. അപ്പൊ നമ്മൾ സഡൻ ആയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ ആ ഷുഗർ ഹൈപ്പർ ഗ്ലൈസീമിയ, ഷുഗർ ഹൈ ആവാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺസ് വരുമ്പോൾ ജനറൽ ആയിട്ട് ബോഡിക്ക് ഒരു വീക്ക്നെസ്, ഡിസിനെസ്, ഫുൾ ആയിട്ട് ഒരു ഇറിറ്റബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. അപ്പൊ കണ്ടിന്യൂസ് ഒരു ഓവർ ടൈം ആയിട്ട് ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ അത് ഹാർട്ടിനെയും പാൻക്രിയാസിനും ഒരുപാട് സ്ട്രെയിൻ ചെയ്യിക്കും. അങ്ങനെ അത് ബി പി ഇഷ്യൂസും ഡയബറ്റീസ് റിലേറ്റ് ചെയ്തുള്ള കോംപ്ലിക്കേഷൻസും ഉണ്ടാവും. അടുത്തത്, ഈ ഡയബറ്റീസിന്റെ മെഡിസിൻസ് കഴിച്ചു കഴിഞ്ഞിട്ടും ഷുഗർ കൺട്രോൾ ചെയ്യാതിരിക്കുമ്പോൾ ഒരുപാട് ഷുഗർ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഫാറ്റ് അക്യുമുലേഷൻ ഉണ്ടാവും. അപ്പോൾ ട്രൈഗ്ലിസറൈഡിലുള്ള വേരിയേഷൻസ് ഉണ്ടാവും. ട്രൈഗ്ലിസറൈഡിലെ വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ വെയിറ്റ് ഗെയിനും അതുവഴി ബി പിയുടെ ലെവലിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഡയബറ്റീസിന്റെ മെഡിസിൻസ് ഇറഗുലർ ആയിട്ടാണ് കഴിക്കുന്നുണ്ടെങ്കിൽ കൂടെ ലോങ് ടേമിൽ അങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ അത് ഐസിനെയും കിഡ്നിനെയും നെർവ്സിനെയും ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യും. അങ്ങനെയാണ് ഡയബറ്റിക് ന്യൂറോപ്പതി, നെഫ്രോപ്പതി, റെറ്റിനോപ്പതി എന്നുള്ള 3 കണ്ടീഷൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇറഗുലർ ഫുഡ് ഹാബിറ്റ്സും ഇറഗുലർ മെഡിസിൻസും ഡയബറ്റീസ് വളരെ വേഴ്സൺ ആക്കാനായിട്ടുള്ള നല്ല ചാൻസസ് ഉണ്ട്. മെഡിസിൻസ് കറക്റ്റ് ആയിട്ട് കഴിച്ച് ഫുഡ് ടൈമിന് കഴിച്ചു കഴിഞ്ഞിട്ടും കൂടെ ഷുഗർ ലെവൽ ഹൈ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേറെയും ഒരുപാട് കാരണങ്ങളുണ്ട്. ഇതൊക്കെ എന്താണെന്ന് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം.